ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഇവിടെ ചിക്കൻ കപ്പ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് എഴുതുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 1 കിലോ കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കേണ്ടതുണ്ട്. നന്നായി വേവിക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ പൊങ്ങിക്കെടുക്കാൻ അത്യാവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഫുള്ള് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് അത്യാവശ്യത്തിന് കപ്പയുടെ മുകളിൽ ഇത്തിരി വെള്ളം നികന്ന് നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കണം. വേവിച്ചിട്ട് പകുതി ഇതിൻ്റെ വേവാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇനി ചിക്കൻ ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും വലിയൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും പൊടികളാണ് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണോളം ഉണ്ട്. 1 കിലോ ചിക്കൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. ഇനി നമുക്കൊരു മീഡിയം സൈസ് വലിയ സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ അത്ര വലുതല്ല, എന്നാൽ ചെറുതുമല്ല, ആ ടൈപ്പിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുത്ത് 2 ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അതായത് വിനാഗിരിയും അതുപോലെ തന്നെ ഓയിലും. വിനാഗിരി നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിനാഗിരി നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടരുതിട്ട്, ആവശ്യത്തിന് കുറച്ച് മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ചെറിയൊരു ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈവച്ച് കുഴച്ച് തിരുമ്മി ചിക്കനിലേക്ക് ചേർത്ത് വെക്കാം. നല്ലതുപോലെ ചിക്കനിൽ നമ്മൾ തിരുമ്മി ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് ഇതിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിക്കനിലെല്ലാതും പിടിക്കട്ടെ. അപ്പോഴത്തേനും നമ്മളെ കപ്പ അവിടെ വേവുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കപ്പ ഇതുവരെ ആയി എന്നുള്ളത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് നമ്മുടെ കപ്പ ഇവിടെ 1/4 വേവോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായി വെന്തതിന് ശേഷം നമുക്കിത് ഊറ്റി വെള്ളം കളഞ്ഞ് വെക്കാം. എന്നിട്ട് നമുക്കിത്
ദം ചെയ്യുന്നത് പോലെ വേറൊരു പാത്രത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായി വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ചിറ്റിച്ചതിക്ക് മസാലകളൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഈ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ മസാലകളൊക്കെ ആ ചിക്കനിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ച് നന്നായിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വേവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ, വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ച കപ്പ നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്നാമതായി നമുക്ക് ദം ചെയ്തെടുക്കേണ്ടതുണ്ടല്ലോ. അതായത് ദം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ചിക്കനും അതുപോലെ തന്നെ കപ്പയും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറിയാൽ അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ സവാള ചേർക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു സവാള അരിഞ്ഞതാണ്, ചെറുതായിട്ട് തരിതരിപ്പായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ തക്കാളി നേരത്തെ ചേർത്തിട്ടില്ല, പകരം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് മല്ലിയില, പുതിനയില ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില അരിഞ്ഞത്, പുതിനയില അരിഞ്ഞതൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ടു. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പ ചേർക്കാനുണ്ട്. ആദ്യം നമ്മൾ കപ്പയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കപ്പ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കപ്പയിലൊക്കെ ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കന് വെള്ളമൊക്കെ വറ്റി, നമ്മൾ ആവശ്യത്തിന് വെള്ളമല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വറ്റി ചാറൊന്നുമില്ലാതെ നന്നായിട്ടത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. ആ ചിക്കൻ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പാകത്തിന് ചിക്കന് കറിയില്ലാത്ത രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നാൽ നമുക്കതിലേക്ക് ഇതിൻ്റെ മസാല എല്ലാം നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് കപ്പയും ചിക്കനും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടച്ച് വെക്കാം.
അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതലൊരു 10 മിനിറ്റ് അത്രയൊന്നും വേണ്ട, ഒരു 5 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ട് ഈ കപ്പയും ചിക്കനും കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ വല്ലാതെ കപ്പ ഉടഞ്ഞ് ഇതാവണേക്കാൾ കുറച്ചൊക്കെ ഉടഞ്ഞ് ആ ഒരു പരുവത്തിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ കഴിക്കാനാണ് കപ്പ ബിരിയാണി നല്ലത്. ചിലർക്ക് നന്നായിട്ട് കപ്പ ഉടഞ്ഞ് നല്ലതുപോലെ ചേർന്ന് നല്ലതുപോലെ ഉടയണം. അല്ല അങ്ങനെ കഴിക്കുന്ന ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ച് നോക്കൂ നിങ്ങൾ, അപ്പം നല്ല വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചത് കാരണം കുറേ വെള്ളം ചേർക്കാതെ 2-3 സ്പൂൺ വെള്ളം ചേർത്തത് കൊണ്ട് നമ്മുടെ കപ്പ ബിരിയാണി നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല ടേസ്റ്റുള്ള നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിൽ ചേർക്കുന്ന കുരുമുളക് പൊടി, മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് 1 കിലോ ചിക്കനും 1 കിലോ കപ്പയും വെച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. വെരി ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വെറുതെ വീഡിയോ കണ്ടിട്ട് പോകരുത്. നമ്മുടെ വീഡിയോക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം.